വെറുതെ ഇരിക്കുക. ഓ ഇരുന്നോളൂ. രാജന് ഇഷ്ടമാണോ? രാജ എന്റെ കൂടെ വരുന്നോ? അല്ല, എന്റെ വീട്ടിലേക്ക്. അമ്മ സമ്മതിക്കില്ല. അമ്മ വന്നാൽ ഞാനും വരാം. രാജാ, രാജ ഇങ്ങോട്ട് വാ. അയ്യോ അമ്മ, നല്ല തോന്നമ്മ. നിന്നോട് അതൊന്നും ചോദിച്ചില്ല. ഇങ്ങോട്ട് വാ. ഞാൻ വരില്ല. നീ വരില്ലേ? രാധേ, അവനെ ഇങ്ങ് വിട്ടേക്കൂ. നീ വീട്ടിലേക്ക് പോയിക്കൊള്ളൂ. നല്ല കുട്ടിയല്ലേ. രാധ നിൽക്കൂ. രാധയോട് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. വിരോധമില്ലെങ്കിൽ അല്പം സമയം അനുവദിക്കാമോ? രാധ നിൽക്കൂ. രാധയുടെ ചേച്ചി നശിപ്പിച്ച് സോമൻ എന്ന പണക്കാരനെ പോലെയാണ് ഞാനും എന്ന് കരുതരുത്. ഞാൻ അത്രക്കാരനല്ല. നീ എന്നെ വിശ്വസിക്കണമെന്ന് കരുതിയാണ് ഈ വിവാഹത്തെക്കുറിച്ച് നിന്നോട് പോലും ആലോചിക്കാതെ നിന്റെ അച്ഛനോട് ഞാൻ ആലോചിച്ചത്. എന്തോ നിനക്കെന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. സാരമില്ല. എന്നാലും എന്റെ കഥ നിന്നോട് പറയണമെന്ന് എനിക്കൊരു അവസാനിക്കരുതെന്നാണ് എന്റെ ആഗ്രഹം. എന്തുകൊണ്ടോന്നറിയില്ല, എന്റെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമാണ്. കാരണം? ചന്ദ്രനെ എന്നെ ആഗ്രഹിക്കാം. എനിക്ക് ചന്ദ്രനെ ആഗ്രഹിച്ചൂടാ. അതെന്താ? ഞാനൊരു വലിയ പണക്കാരന്റെ മകനായി പോയതുകൊണ്ടാണോ? ചന്ദ്രന്റെ അച്ഛനും അമ്മയും ആണായും പെണ്ണായും ഒരു സന്തതി മാത്രമേ അവർക്കുള്ളൂ. അത് ഞാനാണ്. എന്റെ ആഗ്രഹത്തെ അവർ ഒരിക്കലും എതിർക്കില്ല. എനിക്ക് സംശയവും ഭയവും ഉണ്ട്. ഓഹോ, എങ്കിൽ ഉടനെ തന്നെ നമ്മുടെ കാര്യം അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് നിന്റെ ഭയമോ സംശയമോ പിന്നെ വല്ലതുമുണ്ടോ എല്ലാം ഞാൻ തീർക്കാം. ഓക്കെ? എന്നെ വിശ്വസിക്കൂ രാധേ. ഒന്ന് ചിരിക്കൂ. ചിരിക്കൂ രാധേ. ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടെയാണ്, ഇവിടെയാണ്, ഇവിടെയാണ്. അങ്ങനെ ഒരു കവിതാശകലം റെഡ് ഫോർട്ടിന്റെ അന്തഃപുരത്തിൽ ഏതോ ഒരു മുഗൾ ചക്രവർത്തി കൊത്തിവെച്ചിട്ടുണ്ട്. അത് ഞാൻ വിലയ്ക്ക് വാങ്ങാൻ ആഗ്രഹിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? പറയൂ. നമ്മുടെ ജീവിതത്തിന്റെ പടിവാതിക്കൽ തൂക്കിയിടാൻ. നല്ല കവിഭാവനയുണ്ട്. കാവ്യദേവതയല്ലേ എന്റെ അടുത്ത് നിൽക്കുന്നത്. വന്നേ. നിനക്ക് ഒരു കാർ വാങ്ങി തന്നപ്പോ അത് എവിടെയെങ്കിലും ഒന്ന് നിർത്തിയിടാൻ നിനക്ക് എന്താ ഇത്ര മടി? കാർ ഞാനോട് നിർത്തിയിട്ട് അങ്ങോട്ട് പോകുന്നത്. ആദ്യമൊക്കെ എങ്ങനെയാ, പിന്നെ പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോലും മടിയായിരിക്കും. ദേവകി, നീ ഇവന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല. കണ്ടില്ലേ ഇവന്റെ കോലം? അവനൊരു കുഴപ്പമില്ല. ആണായിട്ടും പെണ്ണായിട്ടും നമുക്കൊന്നേ ഉള്ളൂ. വേണമെങ്കിൽ സൂക്ഷിച്ചോളൂ. ഞാൻ വരട്ടെ മനെ, നീ ചെന്ന് കുളിക്ക്. ശരി, ഡ്രൈവർ അമ്മേ, ഇപ്പൊ നല്ല സമയമായിരുന്നു. എന്തിനാ? അമ്മയോടും അച്ഛനോടും എന്നെ സംബന്ധിക്കുന്ന ഒരു ചെറിയ കാര്യം പറയാനുണ്ടായിരുന്നു. വേണ്ട മോനെ, നിന്റെ അച്ഛനും അമ്മയും അറിയേണ്ടതൊക്കെ അറിഞ്ഞിരിക്കുന്നു. എങ്ങനെ? നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും നാട്ടുകാരിലൊക്കെ കാണുന്നില്ലേ? ഓഹോ, അപ്പോ എന്റെ ഭാരം തീർന്നു. അമ്മയ്ക്ക് ആളെ മനസ്സിലായോ? മനസ്സിലായി. ഇഷ്ടമായോ? നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളിന്റെ മകളെ തന്നെ വേണോ നിനക്ക് വിവാഹം കഴിക്കാൻ? നിന്റെ അച്ഛനത് സമ്മതിക്കുമെന്നാണോ നീ വിചാരിച്ചത്? അമ്മേ, രാധ പാവപ്പെട്ടവളാണെങ്കിലും നല്ലവളാണ് അമ്മേ. നല്ലതോ ചീത്തയോ എന്നൊന്നും ഇവിടെ ആരും ചോദിച്ചില്ല. അമ്മേ, നിങ്ങൾ കാര്യമായിട്ടാണോ ഈ പറയുന്നത്? വിവാഹ കാര്യത്തിൽ എന്റെ ഇഷ്ടം നിങ്ങൾ മാനിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ മോനെ ചില ഇഷ്ടങ്ങളൊക്കെ, അത് നീയും മാനിക്കണ്ടേ? അമ്മേ, എനിക്കിത് വിശ്വസിക്കാൻ വയ്യ. നിന്റെ അച്ഛന് നല്ല സുഖമില്ലെന്ന് നിനക്കറിയാമല്ലോ. എത്രയും വേഗം എല്ലാ ചുമതലയും നിന്നെ ഏൽപ്പിക്കണമെന്നാണ് അച്ഛന്. അതോടെ നിന്റെ വിവാഹവും നടത്തണമെന്നാണ്. അതിനെന്താ, രാധ എനിക്ക് വാങ്ങിച്ചു തന്നേക്കൂ. എന്റെ അമ്മ വിചാരിച്ചാൽ യാതൊരു കുഴപ്പവും കൂടാതെ നടക്കും. ഇല്ല മോനെ, നിന്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ വിവാഹം നടക്കില്ല. അമ്മേ, എന്ന് അച്ഛൻ പറഞ്ഞു? പറഞ്ഞു. രാധേ, രാധേ, എന്ത് വേണം? രാധ 2 ദിവസമായി കോളേജിൽ വരുന്നില്ല. അവൾക്ക് നല്ല സുഖമില്ല. എന്താണ് അസുഖം? എന്തെങ്കിലും ആവട്ടെ,
നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അത് കൊച്ചങ്കുന്നിന്റെ അച്ഛനോട് പോയി ചോദിക്കണം. അച്ഛൻ വല്ലതും പറഞ്ഞു? പറയുകയല്ലായിരുന്നു, സാക്ഷ്യം നൽകുകയായിരുന്നു. ഈ വിവാഹം നടന്നാൽ ഈ കുടുംബത്തെ തെരുവിലിറക്കുമെന്നാണ് അച്ഛൻ പറഞ്ഞത്. അതുകൊണ്ട് കൊച്ചങ്കുന്ന് അവളെ മറന്നേക്കും. ഈ വിവാഹം ഒരിക്കലും നടക്കുകയില്ല. രാധ ഒരിക്കലും ഒന്ന് കാണാൻ അനുവദിക്കൂ. വേണ്ട, ഇനി നിങ്ങളൊന്നും കാണുകയില്ല. ഞാൻ ഒരു നിമിഷം അവിടെ ഒന്ന് കണ്ടോ? സാധ്യമല്ല. ഞാൻ അവളെ സ്നേഹിക്കുന്നു, വിവാഹം കഴിക്കാൻ ഒരുക്കമാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കാണാൻ സാധ്യമല്ലെന്ന്. ഞങ്ങൾ അവർക്ക് വേറെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു. കൊച്ചങ്കുന്ന് പോണം. എന്ത്? രാധേ, കാണാൻ സാധ്യമല്ല. രാധേ, ഞാനിപ്പോ പോകുന്നു. നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? എന്റെ പോലെ എന്ത് വേണം? എന്റെ അച്ഛൻ കോടീശ്വരനാണ്. എസ്റ്റേറ്റുകൾ, കമ്പനികൾ, കെട്ടിടങ്ങൾ, ഭൂമികൾ ഉണ്ട്. അപ്പോൾ എന്റെ മകൻ വന്ന് അവയുടെയെല്ലാം വിശദമായ കണക്കുകൾ ആവശ്യപ്പെടുകയാണോ? അല്ല, എന്റെ അച്ഛന്റെ ബിസിനസ്സുകളിൽ ഈ മകന്റെ ജീവിതം കൂടി ഉൾപ്പെടുത്തരുതെന്ന് പറയുക. അത് ശരി. അച്ഛൻ പരിഹസിക്കരുത്. മോനെ ചന്ദ്ര, നീ ഇങ്ങ് വാ. ദേവകി, അവൻ പറയട്ടെ. അച്ഛാ, ഈ പ്രായത്തിനിടയിൽ ഇതുവരെ അച്ഛനോട് ഞാൻ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴെന്ത് പറ്റി? ഈ കരകാണാത്ത സമ്പത്തിനിടയിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ എന്താണ് അച്ഛാ സംഭവിച്ചു പോകുന്നത്? ഇവിടെ അശുദ്ധമാകുമോ? അത് നശിച്ചു പോകുമോ? ചന്ദ്ര, അച്ഛന് വേണമെങ്കിൽ എന്നോട് ചോദിക്കാമായിരുന്നില്ലേ? എന്നെ താക്കീത് ചെയ്യാമായിരുന്നില്ലേ? എന്തിനാണ് മോനെ നീ ഇങ്ങനെ? അമ്മേ, രാധയുടെ അച്ഛനെ വിളിച്ച് ഈ അച്ഛൻ താക്കീത് ചെയ്തിരിക്കുന്നു. അയാൾ പാവമല്ലേ? ഞാൻ പണക്കാരനാണ്. എടാ, ഞാൻ ഇന്ന് തന്നെ ഈ നിമിഷം എനിക്ക് അവകാശപ്പെട്ടിട്ടുള്ള സർവ്വസ്വത്തുക്കൾ, എന്റെ സ്ഥാനമാനങ്ങളും നിന്റെ കാമുകിയുടെ അച്ഛന്റെ പേർക്കിടുന്നു. എന്നിട്ട് അവർ ഈ വീട്ടിൽ നിന്ന് താമസമാക്കുന്നു, കാറുകളിൽ യാത്ര ചെയ്യും. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇതുകൊണ്ടുമായില്ല, അയാളുടെ കീഴിൽ ഒരു ചെറിയ ഉദ്യോഗം വഹിച്ചുകൊണ്ട് നാം മൂന്നുപേരും കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ഇതൊക്കെ എന്റെ മകന് മനസ്സിലാകുന്നുണ്ട്. ഇല്ലെങ്കിൽ കേട്ടോളൂ, ഒരു ചെറ്റക്കുടലിലെ ചന്ദ്രൻ ഒരു കോടീശ്വരന്റെ മകളെ പ്രേമിക്കുന്നു. പ്രേമത്തിന്റെ മുമ്പിൽ പണവും പ്രതാപവും ഒന്നും പ്രശ്നമല്ല. ഓഹോ, ആ ന്യായം നിനക്ക് രണ്ടു ഭാഗത്തു നിന്നും പറയാം. പക്ഷേ മകളുടെ പ്രേമം എന്ന് പറയുമ്പോൾ അവളുടെ അച്ഛൻ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുമോ? അതോ കാറയച്ച് നിന്നെ കൂട്ടിക്കൊണ്ടു ചെന്ന് മകളുടെ കഴുത്തിൽ താലി കെട്ടിക്കുമോ? ഈ ന്യായങ്ങൾ കൊണ്ടൊന്നും എന്നെ നിശബ്ദനാക്കാമെന്ന് അച്ഛൻ വ്യാമോഹിക്കണ്ട. എടാ, നിന്നെ ഞാൻ വളർത്തിയെടുത്തത് ഈ ഐശ്വര്യത്തിന്റെ തണലിലാണ്. നിന്റെ ഓരോ ചൂടുവയ്പ്പിലും അതിൻ്റെതായ ആർഭാടമുണ്ടായിരുന്നു. ഇനി അങ്ങോട്ടും, പ്രത്യേകിച്ച് നിന്റെ കല്യാണ കാര്യത്തിലും അത് ഉണ്ടാകണം എന്നുള്ളത് എന്റെ ആവശ്യമാണ്. അച്ഛാ, നിന്റെ കല്യാണം ഞാൻ നിശ്ചയിക്കും, ഞാൻ നടത്തും. പോ അച്ഛാ, പോരാൻ. അച്ഛാ, താലി കെട്ടേണ്ട കൈകൾ എന്റേതാണ്. അവയെ നിയന്ത്രിക്കാൻ എന്റെ മനസ്സിനല്ലാതെ അച്ഛന്റെ ആശയ്ക്ക് സാധ്യമല്ല. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ആത്മഹത്യ ചെയ്യാൻ വലിയ കാരണമൊന്നുമില്ല. ഈ കാരണമാണ് ഇവൻ ആത്മഹത്യ ചെയ്തത്. അയ്യോ, രാധേ, 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 രാധേ. അയ്യോ, രാധേ. അതോടുകൂടി എന്റെ മനസ്സ് തകർന്നു. എന്റെ അച്ഛന്റെ കോടിക്കണക്കായ സമ്പത്താണ് എനിക്കെന്റെ രാധയെ നഷ്ടപ്പെടുത്തിയത്. ആ സമ്പത്ത് മുഴുവൻ എന്റെ തലയിലിട്ടുകൊണ്ട് അടുത്ത മാസം എന്റെ അച്ഛനും മരിച്ചു. ആ ഭാരം എനിക്ക് താങ്ങാനാവുന്നില്ല. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വാങ്ങിക്കാൻ ആ പണം കൊണ്ട് കഴിയില്ല. ആത്മഹത്യ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഞാനിങ്ങനെ അലയുകയാണ്. അവസാനം ഇവിടെ എത്തിച്ചേർന്നു. നിന്നെ കാണാനിടയായി. എന്റെ മരിച്ചുപോയ രാധയെ ഞാൻ നിന്നിൽ കാണുന്നു.
ഞാൻ ആ രാധയല്ല.